സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂർ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ കിട്ടും. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, വെൽക്കം ടു മഞ്ചേരി ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡ്. ഇവിടെ മലപ്പുറത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയൊന്നും രാവിലെ ഇല്ല, കാണാനില്ല. ഹഷ്മി, നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മഴ മുന്നറിയിപ്പുകൾ, അതായത് അലേർട്ടുകൾ, മുൻകൂട്ടിയുള്ള അലേർട്ടുകൾ നൽകിയിട്ടില്ലെങ്കിൽ കൂടി അടുത്ത 3 മണിക്കൂറിലെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. കൂടാതെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ മത്സ്യബന്ധന വിലക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക അറിയിപ്പുകളില്ല. പക്ഷേ ഈ സൂചിപ്പിച്ച ജില്ലകളിൽ, അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും ജില്ലകളിൽ നേരിയ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് ഇപ്പോഴും ചെറിയ രീതിയിൽ നഗര അതേപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ ചെറിയ രീതിയിൽ മഴയുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വളരെ വിശദമായിട്ടുള്ള അലേർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഹാഷ്മി, മഴയുടെ ലക്ഷണമില്ലെങ്കിലും തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നുണ്ട്. എറണാകുളത്ത് ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും സാമാന്യം നന്നായി വേനൽ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഈ രാവിലെയും പലയിടത്തും മഴയുണ്ട്. നമ്മൾ നിൽക്കുന്ന ഒരുപക്ഷെ മലപ്പുറത്ത് മഞ്ചേരിയിൽ ഒരു മഴയുടെ ലക്ഷണം ഇല്ലെങ്കിലും സംസ്ഥാനത്ത് മറ്റ് ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്.